എൻ്റെ പേര് രാഹുൽ ജോൺ. തൃശ്ശൂർ ജില്ലയിലെ മോതിരക്കണ്ണിയാണ് എൻ്റെ പ്രദേശം. ഞാൻ PSC എക്സാമുകൾ എഴുതി. എനിക്കിപ്പോൾ നിലവിൽ 4 ലിസ്റ്റിൽ ഞാൻ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ജയിലർ ആൻഡ് എക്സൈസ് ഇൻസ്പെക്ടർ ഈ 2 പോസ്റ്റുകളിൽ സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻട്രിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ജയിലറും എക്സൈസ് ഇൻസ്പെക്ടർ മെയിൻസ് എക്സാമിന് ശേഷം എനിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി അവിടുത്തെ സാറുമാർ എങ്ങനെയാണ് കുറച്ചും കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നതിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ തന്നിരുന്നു. പിന്നെ ഇതുകൂടാതെ തന്നെ എൻട്രിയുടെ യൂട്യൂബ് ചാനലും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതും എന്നെ വളരെയധികം നല്ലൊരു റാങ്ക് കരസ്ഥമാക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. എൻട്രി ആപ്പ് മോക്ക് ഇൻ്റർവ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ സാറുമാർ നമുക്ക് എന്തൊക്കെയാണ് ഇനി എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്താണ് കുറച്ചും കൂടി കറക്റ്റ് ചെയ്ത് കുറച്ചും കൂടി പ്ലേസിംഗ് ആയിട്ട് എങ്ങനെ അവതരിപ്പിക്കാം, കോൺഫിഡൻസോടെ അവരോട് എങ്ങനെ സംസാരിക്കാം എന്നതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ തന്നിരുന്നു. അതെല്ലാം എന്നെ വളരെയധികം നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ സഹായിച്ചു. അപ്പോൾ എൻട്രിയുടെ യൂട്യൂബ് ചാനലും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കൂടുതലും എനിക്ക് എക്കണോമിക്സ് പോലുള്ള സബ്ജക്ട്സുകളൊക്കെ കുറച്ചും കൂടി ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടിയും എനിക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് കാണുന്നതിലൂടെ കുറച്ചും കൂടി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നു. CEO പോലുള്ള സിവിൽ എക്സൈസ് ഓഫീസർ പോലുള്ള എക്സാമുകളെല്ലാം എഴുതി തോറ്റ ഒരാളാണ് ഞാൻ. അതിനുശേഷമാണ് എക്സൈസ് ഇൻസ്പെക്ടർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ ഒരു എക്സാം സ്ട്രാറ്റജി എന്ന് വെച്ചാൽ കൂടുതൽ റിവൈസ് ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് അത് മനസ്സിൽ ഗ്രാഹ്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ബെറ്ററായിട്ട് എക്സാമിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല എക്സാം ഡേയിൽ സ്ട്രെസ്സ് കുറവായിട്ട് നമുക്ക് ആ എക്സാമിനെ നേരിടാനുള്ളൊരു മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുക. അതും നമുക്കൊരു ബെറ്റർ റാങ്ക് നേടുവാനായിട്ട് ഉപകരിക്കും.